ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ളോഗ് ഫ്രം ലോയ് വിത്ത് സോണിയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗും നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. നമ്മുടെ ട്രിപ്പിന് പോയിട്ടുള്ള സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇന്നത്തെ. എല്ലാവരും രാവിലെ എണീറ്റു, ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം ഒരു സൈഡിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും തുടങ്ങിയിട്ടുണ്ട്. ലഞ്ചിൻ്റെ മെനു എന്താ പറയുന്നത്, ഫ്രൈഡ് റൈസും ചിക്കൻ കറിയാണ്. അപ്പം ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾ അരിയുകയും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പുറത്തെ സൈഡിൽ നടക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും ഓൾമോസ്റ്റ് ഒന്ന് റെഡി ആയെന്ന് കണ്ടപ്പോഴത്തേക്ക് അച്ഛച്ചന്മാരെല്ലാവരും കൂടെ വെളിയിലോട്ട് ഇറങ്ങി ക്രിക്കറ്റും ഫുട്ബോളും പിള്ളേർ അപ്പുറത്തെ സൈഡിൽ കളിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ കാഴ്ചകൾ ഒത്തിരി ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഇത്തിരി ബിറ്റ്സ് മാത്രം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ലഞ്ചിനുള്ള ഫ്രൈഡ് റൈസ് കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറിയുടെ പരിപാടികളാണ് ഇപ്പം നടക്കുന്നത്. അപ്പം അത് നമ്മുടെ ചേച്ചിമാരെല്ലാം കൂടെ സെറ്റാക്കുന്നുണ്ട്. ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം ഓൾമോസ്റ്റ് ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഗ്രൂപ്പ് വന്നു, നമ്മുടെ എന്താ പറയുക, സ്നാക്സിനുള്ള കാര്യങ്ങൾ സെറ്റാക്കാനായിട്ട്. കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രഷപ്പൊക്കെ ആയിട്ട് ദേണ്ട ലഞ്ചിനുള്ള സമയമായി അപ്പോഴത്തേക്ക്. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ല ടേസ്റ്റി ലഞ്ചായിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും അടിപൊളിയായിരുന്നു. ഒന്നും ഒരു കുറവോ ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് നിന്നുണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഭയങ്കരം തന്നെയാണ് കേട്ടോ. ഫുഡ് നല്ലതായിരുന്നുകൊണ്ട് തന്നെ എല്ലാവരും ഹെവി ആയിട്ടാണ് കഴിച്ചത്. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും വയറിൽ ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്തപ്പോഴത്തേക്ക് പ്രദീപ് അച്ഛൻ കിച്ചണിലേക്ക് കിടന്നു. എന്നിട്ട് എന്താ പറയുക, അച്ഛൻ്റെ ട്രേഡ് മാർക്കായിട്ടുള്ള നാരങ്ങ വെള്ളം സെറ്റാക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ അകത്ത് ജിഞ്ചറും പിന്നെ മുളകും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുന്നത്, കിടിലൻ സാധനമായിരുന്നു. ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ ഡൈജഷൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു ചെറിയ റെസ്റ്റിന് ശേഷം എല്ലാവരും കൂടെ പുറത്തോട്ടൊന്ന് ഇറങ്ങി. പുറത്തോട്ടെന്ന് പറയുമ്പം അടുത്തുള്ള അട്രാക്ഷൻസൊക്കെ കാണാനായിട്ടാണ് പോയേക്കുന്നത്. പക്ഷേ ഞാൻ മാത്രം പോയില്ല കേട്ടോ. ഞാനും ബ്ലെസ്സിയും പോയിട്ടില്ലായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും പ്രഗ്നൻ്റ് ആയതുകൊണ്ട് യാത്ര വേണ്ട എന്ന് വെച്ചത് തന്നെയാണ് കേട്ടോ. അപ്പം ആ സമയം കൊണ്ട് നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തു, ട്രഷർ ഹണ്ട് സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ട്രഷർ ഹണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി, അതിൻ്റെ ക്ലൂസും ഒക്കെ റെഡിയാക്കിയിട്ട് കൊണ്ട് എല്ലായിടത്തും ഹൈഡ് ചെയ്തു. കാരണം ആരും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് നല്ല സമയവും നന്നായിട്ട് പോയി സെറ്റ് ചെയ്യാമായിരുന്നു. അപ്പം അങ്ങനെ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങോട്ടോട്ടം കയറ്റിക്കോ, സ്റ്റക്കാവാതിരുന്ന. Probably this clue leads to the gift and even the hurry. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം ദാണ്ട് എല്ലാവരും തിരിച്ചെത്തി. അപ്പോഴത്തേക്ക് നമ്മുടെ സ്നാക്സിനുള്ള പരിപാടി അവിടെ കിച്ചണിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ സ്നാക്സിന് ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഉള്ളിവടയും പിന്നെ മുളക് ബജിയുമാണ് കേട്ടോ. കുട്ടു അങ്ങനെ സ്നാക്സിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് ഗെയിംസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ പിള്ളേരെയൊക്കെ ഒന്ന് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂസിക്കൽ ചെയർ വെച്ചാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അങ്ങനെ നമ്മൾ സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചതിന് ശേഷം എല്ലാവരും ഒന്ന് പോയി ഫ്രഷപ്പായി റെസ്റ്റ് എടുത്തു. ആൻഡ് ദെൻ നമ്മൾ അടുത്ത കളിയിലേക്ക് കടന്നു. അപ്പോൾ അറിയാലോ, ട്രഷർ ഹണ്ട് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കളിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ ആയിരിക്കും ഇനി ഈ വീഡിയോയിലുള്ളത്. പിന്നെ നമ്മൾ വേറെ കുറേ കളി കളിച്ചായിരുന്നു, പക്ഷേ എല്ലാത്തിനും ഒന്നും വീഡിയോ ഞാൻ ഇടുന്നില്ല. കാരണം എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഒത്തിരി ലെങ്തി ആയി പോവും. അപ്പം വീഡിയോ കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്ങനെയുണ്ട് ചേച്ചി ട്രിപ്പൊക്കെ? എൻജോയിങ് ആണോ? അല്ല ഇവിടെ എന്തോ കിട്ടിയേ? ഇവിടെ എന്താ കിട്ടിയത്? തിന്നാൻ പോകട്ടെ. അപ്പം
3 അല്ല തിന്നാൻ തിന്നാൽ 3 പോകണം പോരെ പോകണ്ടയോ വേണ്ട വേണ്ട അല്ലിക്ക് ആവശ്യം എടുക്കാൻ ഞാനിപ്പോ പോട്ടെ. അതെന്താ ഞാൻ പോയാലോ വേണ്ട. ഊട്ടി മമ്മി കുറച്ച് ഉച്ചക്കിരുന്ന് പറഞ്ഞ് ഞാൻ അത്ര ശബ്ദത്തിൽ പോയാൽ മമ്മിക്ക് അട്ട അട്ടയെ പിടിച്ച് അല്ല മമ്മിക്ക് എത്ര ആന കൊടുത്താൽ ആന ആന കൊടുത്താൽ ആന ആ അതെ ആന കൊടുത്താൽ കുത്തിയാലോ ആന വിൽക്കാൻ വന്നാൽ എന്ത് ചെയ്യും ആശ അടിച്ചാൽ ആശ ഇവിടെ ആളെ വെച്ചിട്ട് കൊടുക്കരുത് ആന കൊടുത്താലും ആന കൊടുത്താൽ